ഇനി വരാൻ പോകുന്ന റോബോട്ടുകളുടെ കാലമാണ്. റോബോട്ട് വന്ന് നമ്മുടെ ഒക്കെ പണി പോവും. നമ്മളൊക്കെ ജോലിക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശരിക്കും എന്താണ് ഈ റോബോട്ടിക്സും ഓട്ടോമേഷനും ഒക്കെ? ചെറുപ്പം മുതൽ റോബോട്ടുകളെ കുറിച്ച് സിനിമയിലും സീരീസിലും ബുക്സിലൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മൾ. സങ്കല്പത്തിൽ മാത്രം ജീവിച്ചിരുന്ന റോബോട്ടുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ രൂപമുള്ള ഹ്യൂമൻ റോബോട്ടുകളാണെങ്കിലും സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള നിർമ്മിത ബുദ്ധികളാണെങ്കിലും മനുഷ്യരെ യാതൊരു ഇടപാടുകളില്ലാതെ കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാറുകളാണെങ്കിലും അങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അപ്പോൾ ശരിക്കും റോബോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ആദ്യം മെഷീൻസ് എന്താണെന്ന് പറയാം. നമ്മളൊക്കെ ജോലികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടി മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, വാക്യൂം ക്ലീനർ, ബൾബ്, അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ? ഇനി ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഇടപെടണം അല്ലേ? ഇനി ഇവ നമ്മൾ ഇടപെടാതെ സ്വന്തമായി ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? അതിനുള്ള ഉത്തരമാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരൊറ്റ വിഷയമല്ല. അതിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്സ്, പ്രോഗ്രാമിംഗ്, കൺട്രോൾ സിസ്റ്റം എന്നിവയുടെയൊക്കെ ഒരു ഫ്യൂഷനാണ്. അപ്പോൾ എന്താണ് റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചുറ്റുപാടുകളെല്ലാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് റോബോട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മെഷീൻസിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടില്ലേ? അതിൽ ചിലതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്യൂം ക്ലീനർ. നമ്മളിപ്പോൾ വാക്യൂം ക്ലീനർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളതിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് മാനുവലി എല്ലാ റൂമിലും കയറി ഇറങ്ങി വൃത്തിയാക്കണം അല്ലേ? എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വാക്യൂം ക്ലീനേഴ്സ് ഉണ്ട് ഇല്ലേ? ചാർജിങ് ഡെക്കിൽ നിന്ന് സ്വയം ഇറങ്ങി റൂം മൊത്തം മാപ്പ് ചെയ്ത് എല്ലാം നോക്ക് ആൻഡ് കോർണറിൽ പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് അവസാനം അത് സ്വയം ഒന്നും മിണ്ടാതെ ചാർജിങ് ഡെക്കിൽ പോയിട്ട് ചാർജ്ഡ് ആവും. നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ കൃഷി സ്ഥലത്ത് കീടനാശിനി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ട് ചെടികൾക്ക് വേണ്ട കീടനാശിനി മാത്രം അറിഞ്ഞ് പോയി അടിക്കുന്ന ഡ്രോൺസും ഉണ്ട് അല്ലേ? അങ്ങനെ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ടുള്ള മെഷീൻസ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോബോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ അല്ലെങ്കിൽ ചിട്ടിയെ പോലെ കംപ്ലീറ്റ്ലി ഹ്യൂമനൈസ്ഡ് ഫോം ആയിട്ടുള്ളൊരു രൂപമായിരിക്കും അല്ലേ? എന്നാൽ റോബോട്ട്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് വേർഷൻ മാത്രമാവില്ല. അതിൽ വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സർവീസ് റോബോട്ട്സ്, എഡ്യൂക്കേഷൻ റോബോട്ട്സ്, UAVs, ഓട്ടോണമസ് കാർസ്, ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് എന്നിങ്ങനെ പല രീതിയിലും പല ടൈപ്പിലെ റോബോട്ടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഒരു റോബോട്ടിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? റോബോട്ടിനുള്ളിൽ ജനറലി പറയുകയാണെങ്കിൽ 5 പാർട്സാണുള്ളത്. നമുക്ക് നമ്മളെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യത്തേത് ആക്ച്വേറ്റേഴ്സ്. നമുക്ക് എണീക്കാനും നടക്കാനും ഇരിക്കാനും ഒരു വസ്തു എടുക്കാനൊക്കെ നമുക്ക് പേശികളും എല്ലുകളും സഹായിക്കുന്നത് പോലെ ഒരു റോബോട്ടിന് മോട്ടേഴ്സാണ് നടക്കാനും നീങ്ങാനും തിരിയാനൊക്കെ സഹായിക്കുന്നത്. നമ്മൾ ഈ മിനി മോട്ടോഴ്സ് വെച്ചിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടില്ലേ? മിനി മോട്ടറും ഒരു ടൈപ്പ് ഓഫ് മോട്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് മോട്ടേഴ്സ് ഒരു റോബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ജനറലി ആക്ച്വേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത് മൈക്രോ കൺട്രോളേഴ്സ്. നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ ബോഡിയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിയുള്ളതുപോലെ ഒരു റോബോട്ടിനും അതിൻ്റെ പാർട്സൊക്കെ കൺട്രോൾ ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഒരു ബുദ്ധി വേണം അല്ലേ? അതിനാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൗതുക ലേശം കൂടുമ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റം എടുത്തിട്ട് തുറക്കുകയോ പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് പോലത്തെ ഒരു വസ്തു കാണാം അല്ലേ? അതിനെയാണ് ജനറലി മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. അത് പല ടൈപ്പിലുണ്ട്. നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും ഓരോ മൈക്രോ കൺട്രോളേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമത് സെൻസേഴ്സ്. ചുറ്റുപാട് നടക്കുന്ന സ്റ്റിമുലായി നമ്മുടെ ബുദ്ധിയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുള്ള പോലെ ഒരു റോബോട്ടിനും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സെൻസേഴ്സ് ആവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലേറ്റ്ലി ഒരുപാട് മെഷീൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു കാർ, സ്കൂട്ടർ ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഇത്ര സെൻസേഴ്സ് ഉണ്ട്, അത് സ്മാർട്ടാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? എന്താണ് അപ്പോൾ ഈ സെൻസേഴ്സും സ്മാർട്ടായിട്ടുള്ള കണക്ഷൻ? നമുക്ക് പറയാം. പെട്ടെന്ന് കണ്ണ് കാണാത്ത ഒരാളുടെ മുന്നിൽ ഒരു പുലി വന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവും ഇല്ല? കാരണം ആൾക്ക് കാഴ്ചയിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലായി അവിടെ ഉണ്ടാവുന്നില്ല, ബ്രെയിനിലേക്ക് എത്തുന്നില്ല. അതേപോലെ തന്നെയാണ് ഒരു റോബോട്ടിന് നമ്മൾ സെൻസേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും കിട്ടുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ സ്റ്റിമുലായി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മൾ സ്മാർട്ടാണെന്ന് എപ്പോഴാണ് പറയുന്നത്?
കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ, അതുപോലെ തന്നെ ഒരു റോബോട്ടുകൾക്കും നമ്മൾ സെൻസേഴ്സിന് എണ്ണം കൂടുന്തോറും അത് കണ്ടറിഞ്ഞ് അതിൻ്റെ റെസ്പോൺസും കൂടും. അപ്പോൾ എന്തായിരിക്കും, അത് സ്മാർട്ടാവും. നമ്മൾ മാത്തമെറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സെൻസേഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റോബോട്ട് ബീങ് സ്മാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറുകളുടെ എണ്ണം കൂടുന്തോറും ഒരു റോബോട്ട് സ്മാർട്ട് ആവുന്നതിൻ്റെ ഇത് കൂടും. നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് കോമ്പോണൻറ്റ്, എനർജി, പവർ സോഴ്സ്. നമുക്ക് പ്രവർത്തിക്കാൻ, നമുക്ക് ആക്റ്റീവായിട്ട് പണികൾ ചെയ്യാൻ എനർജി വേണമല്ലേ. അത് എവിടെ നിന്ന് കിട്ടുന്നത്? ഫുഡ് കഴിക്കുമ്പോൾ. പക്ഷേ ഒരു റോബോട്ടിന് ഈ പറഞ്ഞ പോലെ പാർട്സ് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും എനർജി വേണ്ടേ? അതിന് നമ്മളെ പോലെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് കറണ്ട് കിട്ടുന്നത്, കാരണം റോബോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കോമ്പോണൻസ് അല്ലേ. അപ്പോൾ അതിന് കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുക? യെസ്, ഫ്രം ദ ബാറ്ററി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്ററിനൊക്കെയാണ്. അപ്പോൾ ഫോർത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബാറ്ററിയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് ത്രൂ അഡാപ്റ്റർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് കോമ്പോണൻറ്റ്, ലാസ്റ്റ്ലി നമുക്ക് ഒരു ബോഡി വേണമല്ലേ. നമുക്ക് ഈ അപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഈ അവയവങ്ങളും എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യാൻ, കണ്ടെയ്ൻ ചെയ്യാൻ ഒരു ബോഡി വേണം. അതേപോലെ തന്നെയാണ് റോബോട്ടും. നമ്മൾ മേലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് പറഞ്ഞു. ഇപ്പോൾ മൈക്രോ കൺട്രോളേഴ്സ് ആയാലും ആക്ച്വേറ്റേഴ്സ് ആണെങ്കിലും സെൻസേഴ്സ് ആണെങ്കിലും സർക്യൂട്ട്സ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാൻ ഒരു കണ്ടെയ്നർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെസസ് അല്ലെങ്കിൽ ഒരു ബോഡി ആവശ്യമുണ്ട് അല്ലേ. അത് പല ടൈപ്പിലും പല രൂപത്തിലും ഉണ്ട്. അപ്പോൾ ഫിഫ്ത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഒരു ബോഡിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റോബോട്ടിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്യൂച്ചർ സ്കോപ്പ് ഓഫ് റോബോട്ടിക്സ്. കറൻ്റ്ലി ടെക്നോളജി റാപ്പിഡായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരു 10 വർഷം മുന്നത്തെ ലോകമല്ല ഇപ്പോഴത്തെ ലോകം. ഇനി 10 വർഷം കഴിഞ്ഞാലോ ഒരുപാട് ജോബ് സെക്ടേഴ്സിൽ റോബോട്ട്സോ റോബോട്ടിക്സ് ഉണ്ടാവും. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ. കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ജോലി പോവും, കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവർക്കത് കമ്പ്യൂട്ടറിൻ്റെ വരവിനെ തടയാൻ കഴിഞ്ഞു? ഇല്ല. കാരണം ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ആർക്കും തടയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇന്നോവേറ്റബിൾ. കമ്പ്യൂട്ടറിനെ വിമർശിക്കാതെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ച ആൾക്കാർക്കോ ഒരുപാട് ജോലി സാധ്യതകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ റോബോട്ടിക്സും AI വന്നപ്പോൾ ഒരുപാട് പേർക്ക് അതിനെ വിമർശിക്കുന്നുണ്ട്. റോബോട്ടിക്സിന് AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ജോലി സാധ്യതകൾ പോവും, ഭാവിയിൽ മനുഷ്യർക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ. പക്ഷേ ആക്ച്വലി അവർക്ക് ഈ റോബോട്ടിക്സിന് AIനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളും ഒരുപാട് സ്കോപ്പും അവർ മുന്നിൽ തുറക്കാൻ പോവുകയാണ്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടുകാർക്കോ സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാർക്കോ അങ്ങനെ ഇന്ന ബാക്ക്ഗ്രൗണ്ടുകാർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അത് ഏത് സ്ട്രീമിലുള്ള ഏത് സ്ട്രീം എടുത്ത ആൾക്കാരാണെങ്കിലും, ഏത് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഡോക്ടർ നിൽക്കുകയാണ്, ഒരു റെഗുലർ ഡോക്ടർ നിൽക്കുകയാണ്. പിന്നെ റോബോട്ടിക്സ് മെഡിക്കൽ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും പ്രിഫർ ചെയ്യുക? എക്സാക്ട്ലി, നമുക്ക് റോബോട്ടിക്സ് അറിയുന്ന ഡോക്ടേഴ്സിനെ ആയിരിക്കും അല്ലേ. റോബോട്ടിക്സ് നമുക്ക് ആക്ച്വലി മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, നമുക്ക് ടീച്ചിങ് ഫീൽഡിലായാലും മിലിറ്ററി ഫീൽഡിലായാലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഫ്രം ദ കിച്ചൺ ടു സ്പേസ് എല്ലാത്തിലും റോബോട്ടിക്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ റോബോട്ടിക്സ് ഇല്ലാത്തൊരു ജോബ് സെക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാവും. ഇതുകൊണ്ടാണ് ഭാവിയിലെ ഒരുപാട് ജോബ് സെക്ടേഴ്സിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സിന് ഉണ്ട് എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് യങ് ഏജിൽ തന്നെ റോബോട്ടിക്സ് പഠിക്കണമെന്ന് പറയുന്നത്? ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ റോബോട്ടിനെ കുറിച്ച് അറിയാമെന്നല്ലാതെ അതെങ്ങനെ ഉണ്ടാക്കണമെന്നോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണോ അത് എവിടുന്ന് പഠിക്കേണ്ടതെന്നെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ കിട്ടിയിട്ടുള്ളൊരു ടെക്നോളജിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് ചെയ്യുന്നതാണ്. അതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭയങ്കര അടിയാവും, കിട്ടിയെന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. സോ ഇന്നത്തെ കുട്ടികൾക്ക് ആക്ച്വലി അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ നമ്മൾ ജനിച്ച് വീഴുന്ന തന്നെ മൊബൈൽ ഫോണിൻ്റെ ഇടയിലാണെന്ന് പറയുന്ന പോലെ അവർക്ക് ചുറ്റും ടെക്നോളജീസ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദം അത് ഗെയിം കളിക്കാനും ടൈം പാസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. മാത്രമല്ല ഇന്ന് അവർക്ക് റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളാണുള്ളത്. ആക്ച്വലി റോബോട്ടിക്സ് 3rd സ്റ്റാൻഡേർഡ് മുതൽ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും പഠിക്കാവുന്ന ഒരു സ്കില്ലാണത്. നമ്മുടെ ട്രഡീഷണൽ ലേണിംഗ് പോലെ ഒരു ബുക്ക് എടുത്ത് കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് മാത്രം പഠിക്കുന്ന ഒരു സ്കില്ലല്ലത്. ഇതിൽ 80% പ്രാക്ടിക്കലും 20% തിയറി വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇനി സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് സയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ ബേസിക്സ് മുതൽ പഠിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി ഫൺ തിങ് ടു ലേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ് 80:20 റേഷ്യോയിൽ പ്രാക്ടിക്കൽ ആൻഡ് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഈസിലി അക്വയർ ദറ്റ് സ്കിൽ. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ലെവലാണ് നമ്മൾ ഈ സിലബസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് റോബോട്ട്സ് എന്താണെന്നുള്ള ഒരു സ്റ്റോറി ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്ത് റോബോട്ടിലുള്ള ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞ് ആൻഡ് ദേ വിൽ ബി ബിൽഡിങ് എ സർക്യൂട്ട്. ആഫ്റ്റർ ദാറ്റ് അവർക്ക് ഒരു ബ്ലോക്ക് കോഡിങ്ങിൻ്റെ ബേസിക്സ് പഠിപ്പിച്ച് ദെൻ ദേ വിൽ ബി മൂവിങ് ഓൺ ടു ദ ഗെയിം ഡെവലപ്മെൻറ്റ്, 3D മോഡലിംഗ് ആൻഡ് ഫൈനലി ദേ വിൽ ബി ബിൽഡിങ് എ സ്മോൾ റോബോട്ട്. ഞാൻ ഈ സിലബസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ചെറിയ കുട്ടികൾ റോബോട്ടിനെ ഉണ്ടാക്കുന്നതെന്ന്. ബട്ട് ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻബോൺ സ്കിൽ ഫോർ ദം. നമ്മൾ ഒരു ചെറിയ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ് അഗെയിൻ ഓൺ ദെയർ ഓൺ. അതുകൊണ്ട് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ അവർക്ക് റോബോട്ടിക്സിൽ എക്സ്പോഷർ കൊടുക്കുന്നു. അവർക്ക് ഫ്യൂച്ചറിൽ ടെക്നോളജിക്കൽ ഏരിയയിൽ അവർക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടുന്ന പോലെ ആയിരിക്കും അത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കാറ്റഗറി, 6th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് റോബോട്ടിനുള്ള പാർട്സ് എന്തൊക്കെയാണ് ആൻഡ് ആ പാർട്സിലുള്ള ബേസിക് കോമ്പോണൻസിനെ കുറിച്ച് പഠിപ്പിച്ച് അതിൽ തന്നെ ഒരുപാട് പ്രാക്ടിക്കൽസ് ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ ബേസിക് ആയിട്ടൊരു ആർഡിനോ ബോർഡ് എടുത്തിട്ട് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് C പ്രോഗ്രാമിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള സെൻസേഴ്സിന് റീഡിങ് എടുക്കുക, എങ്ങനെയാണ് ആക്ച്വേറ്റേഴ്സ് കൺട്രോൾ ചെയ്യുക, എങ്ങനെയാണ് നമുക്കൊരു ഒരുപാട് പ്രോജക്ട്സ് അതിൽ ബിൽഡ് ചെയ്യാന്നൊക്കെ പഠിപ്പിച്ച് നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൈഫൈ മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വയർലെസ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്, കൺട്രോളിങ് ചെയ്യുന്നതെന്നൊക്കെ പഠിപ്പിക്കും. ആൻഡ് ലേറ്റർ വിൽ ബി ഡൂയിങ് എൻ IoT പ്രോജക്റ്റ് റിലേറ്റഡ് ടു ഇറ്റ്. പിന്നെ നമ്മൾ 3D ഡിസൈനിങ്, ഗെയിം ഡെവലപ്മെൻറ്റ്, AI ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് അവസാനം അവരവരുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് പോലെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട്സ് ഒരുപാട് വെറൈറ്റീസിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. സോ അതിൽ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് പ്രാക്ടിക്കൽസ് നമുക്കതിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ആഫ്റ്റർ ഗ്രാജുവേറ്റ്സ് ഓർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ അതിൽ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ബേസിക്സ് ഒന്നും അറിയുണ്ടാവില്ല. അവർക്കും നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് ഈ 6th മുതൽ 12th വരെയുള്ള സിലബസ് കവർ ചെയ്തിട്ട് നമ്മൾ പൈത്തൻ്റെ ബേസിക്സ് പഠിപ്പിച്ച് ആൻഡ് ദെൻ ലേറ്റർ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പഠിപ്പിച്ച് അതിൽ കുറച്ച് സിമുലേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ടൂൾസിനെ കുറിച്ച് പഠിപ്പിക്കും. ആൻഡ് ഈ സിമുലേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ റോബോട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ആദ്യം ഹാർഡ്വെയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ തന്നെ പണ്ട് ഒരു റോബോട്ടിക് ആം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ വന്നിട്ട് എൻ്റെ കരത്തടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം സിമുലേഷനിൽ ബിൽഡ് ചെയ്തിട്ട് ഓക്കെ ആയിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം ഒരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അവർ റോസും പഠിച്ചു കഴിഞ്ഞ് ദെൻ ലേറ്റർ ദേ ബി ലേണിംഗ് ഓൺ IoT ആൻഡ് മെഷീൻ ലേണിംഗ്, അതിൻ്റെ ബേസിക്സും കഴിഞ്ഞ് ആഫ്റ്റർ ദാറ്റ് ഹാർഡ്വെയർ ഡിസൈനിങ് ആയിട്ടുള്ള 3D മോഡലിംഗ് ആൻഡ് PCB ഡിസൈനിങ് ആൻഡ് ഓൾസോ 3D പ്രിൻറ്റേഴ്സിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ദെൻ നമ്മൾ IoT ആൻഡ് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് കൺട്രോൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ വിഷ്വലൈസേഷൻ സിസ്റ്റവും പഠിക്കും. ആൻഡ് ലേറ്റർ അറ്റ് ദ എൻഡ് ദേ ബി ബിൽഡിംഗ് ദെയർ ഓൺ ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ്. ഇനി കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ ദർ ഇസ് അറൌണ്ട് 36 സെഷൻസ്. അതിന് നമ്മൾ 3 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോ ഫേസിലും അറൌണ്ട് 12 സെഷൻസ് ആണുള്ളത്. ഇതിൽ നമ്മൾ ഫേസ് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക് കോമ്പോണൻസിൻ്റെ വർക്കിങ്ങും അത് വെച്ചിട്ട് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ച് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഫേസ് 2 ബിൽഡ് ചെയ്യും. ആൻഡ് ഇൻ ഫേസ് 3 ദേ വിൽ ബി ബിൽഡിംഗ് ദെയർ ഓൺ ഫൈനൽ പ്രോജക്റ്റ്. ആൻഡ് നമ്മളിത് സമ്മർ ക്യാമ്പിലും വീക്കെൻഡ് ബാച്ചസിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്രിൽ മെയ് മാസത്തെ ഒരു സമ്മർ ക്യാമ്പ് പോലെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. സോ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ വീക്കെൻഡ് ബാച്ചിൽ ഇറ്റ്സ് അറൌണ്ട് 1 day per week. സോ 36 സെഷൻസ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 9 months ഉണ്ടാവും. ആൻഡ് അവർ ഫൈനൽ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന സ്പീഡ് ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഇറ്റ് ബി വേരിങ് അറൌണ്ട് 6 to 9 months. ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് റോബോട്ടിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ നെക്സ്റ്റ് കാറ്റഗറി ആഫ്റ്റർ ഗ്രാജുവേറ്റ്സ് നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് പോലെ കൊടുക്കുന്നുണ്ട്. അവർക്ക് 2 hours വെച്ചിട്ട് സ്റ്റാർട്ടിങ് ഫ്രം Monday to Friday അറൌണ്ട് 6 months ആണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓൺ ഫസ്റ്റ് മന്ത് റോബോട്ടിക്സ് ഇൻ പൈത്തൻ്റെ ഫൗണ്ടേഷൻസും, സെക്കൻഡ് മന്തിൽ റോസ് ഫ്രെയിംവർക്ക് ആൻഡ് ഫണ്ടമെൻറ്റൽസും, ഓൺ തേർഡ് മന്ത് ഹാർഡ്വെയർ ഡിസൈനിങ് ആൻഡ് ഫസ്റ്റ് റോബോട്ട് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുകയും, ഫോർത്ത് മന്തിൽ IoT ആൻഡ് മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക്സും, ഫിഫ്ത്ത് മന്തിൽ അവർ അഡ്വാൻസ് കൺട്രോൾസ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ സിസ്റ്റംസും, ആൻഡ് ഫൈനലി അറ്റ് ദ 6th month ദേ വിൽ ബി ബിൽഡിംഗ് ദെയർ ഓൺ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്. ഈവൻ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാലും സ്കൂൾ സ്റ്റുഡൻസ് ആയാലും ആഫ്റ്റർ ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും ദേ ആർ മോർ ലൈക്ലി ടു കം അഗെയിൻ ടു ലേൺ അബൌട്ട് അഡ്വാൻസ്ഡ് സിസ്റ്റംസ്. ബിക്കോസ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്സ്. അത് ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇറ്റ്സ് എ നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ പിരികം ചുളിയുണ്ടാവും. ബട്ട് നമ്മൾ നോർമലി പഠിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പ്ലേയിങ് എ ഗെയിം. നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് എത്തുന്ന ഒരു എക്സൈറ്റേഷൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ്
ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പുതിയ പുതിയ കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരുപാട് പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് എൻ അനദർ ലെവൽ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു അഡ്വാൻസ്ഡ് ബാച്ച് പോലെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്കൂൾ ലെവലാണെങ്കിലും കോളേജ് ലെവൽ സ്റ്റുഡൻസിലാണെങ്കിലും അവർക്ക് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസ് എക്സിബിഷൻസിലാണെങ്കിലും കോളേജ് ലെവൽ അവർക്ക് ഫൈനൽ ഇയർ പ്രൊജക്റ്റൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അവരൊരു സ്പേസ് നോക്കുന്നുണ്ടാവും. അവർക്ക് അവർ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴുള്ള കോമ്പോണൻസിനെ കുറിച്ച് അറിയാനും അതുണ്ടാക്കുന്നതിനിടയിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എന്തായാലും അവർ നോക്കുന്നുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു മേക്കർ സ്പേസ് പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാബിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസും ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ദേ ക്യാൻ മേക്ക് ദ പ്രോജക്റ്റ് ലിറ്റിൽ ബിറ്റ് മോർ അഡ്വാൻസ്ഡ്. നമ്മുടെ ലാബിലുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ടൂൾസ് ആൻഡ് മെഷീനറീസ് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ പ്രോജക്റ്റ് കുറച്ചും കൂടി നല്ലതാക്കാൻ പറ്റും. എല്ലാ കോഴ്സിൻ്റെയും അവസാനം അവർക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ആൻഡ് ഫോർ ഡിപ്ലോമ സ്റ്റുഡൻസ് നമ്മൾ അവർക്കൊരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന തൊഴിൽ വിപ്ലവത്തിനായി നമുക്ക് ഇപ്പോൾ തന്നെ കരുതലെടുക്കാം. ഓൾ ദ ബെസ്റ്റ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.